ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇതുവരെ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ട്. ഇതായിരിക്കുന്നത് നമ്മുടെ മെയിൻ ഷെഫ്. ഇതാണ് നിച്ചാപ്പി. നിച്ചവും ഞാനും കൂടിയിട്ടാണ് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാം. നാളികേരം എടുക്കണം, അതിൽ ചെറിയിട്ടെടുത്തിട്ട് അതിൽ ഉപ്പും പൊടി ഇടുന്ന ഉപ്പും പൊടി. എവിടേക്കാ ഷെഫേ? പേജും പേനും പേപ്പറോ അതൊന്നും ആവശ്യമില്ല. ചോദിക്ക്. ഉപ്പും പൊടി ഇടണം, ചുവന്നുള്ളി എടുക്കണം, 3-4. ഇഡ്ഡലിയുടെ ഇതിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആയോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കും? തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതെങ്ങനെ ആയി എന്നാണ് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ആയോ ഇല്ലയോ എന്ന്. അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പം ഞാനും നിച്ചും ഇതവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിച്ചോ ആയി ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആയോ എന്ന് നോക്കാൻ പോവാണ്. എങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല. അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇഡ്ഡലി ഈ മൂടി തുറന്നിട്ട് നമ്മുടെ പപ്പടത്തിൻ്റെ കോലില്ലേ അതുകൊണ്ട് കുത്തി നോക്കാനാണ് ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും അത് ചെയ്ത് നോക്കാം. തുണി എവിടെ? ഓ, ഇത്രയും കഷ്ടപ്പാടുണ്ട് അതൊക്കെ. അപ്പം നമ്മളുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതെന്ത് ഇഡ്ഡലി ചട്നി ആയോന്ന് അറിയില്ല. ഇതാ ഇഡ്ഡലി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പാത്രത്തിലേക്ക് ഇടാൻ, എന്നാലേ പറ്റുള്ളൂ എന്നാണ്. എനിക്കറിയത്തില്ല. എന്തായാലും ഇഡ്ഡലി ഇതിനെടുത്ത് നമുക്ക് പാത്രത്തിലിട്ട് ഇടാം കുറച്ച് കഴിഞ്ഞ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി എടുക്കാൻ നോക്കുമ്പോൾ നല്ല ഒട്ടൽ അനുഭവപ്പെടുന്നുണ്ട്. കണ്ടോ, ഒട്ടിപ്പിടിക്കുന്നത്. പക്ഷെ ചേച്ചി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിക്കുന്നത്. ഇഡ്ഡലി ചട്നി ആയിരുന്നോണ്ട് അങ്ങനെ നമ്മുടെ ഇഡ്ഡലി. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെയിൻ ഷെഫ് ഇന്ന് എത്തിയിട്ടുണ്ട്. മെയിൻ ഷെഫിന്റെ പുതിയ ഷെഫ് എന്നിട്ട് പറയേ. നമ്മുടെ ഉറങ്ങി എണീച്ചിട്ട് ഷെഫ് എത്തിയിട്ടുണ്ട്. ഇതാ പണികൾ തുടങ്ങിയിട്ട് ചട്നിക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലിയൊക്കെ രണ്ടാമത്തത് പ്രിപ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ബാക്കിയുള്ള പണികൾ ഇനി ഷെഫിൻ്റെ ആണ്, ചട്നി ഉണ്ടാക്കല്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇഡ്ഡലി ചട്നി. ചട്നിയുടെ ഷെഫ് നമ്മുടെ അശ്വതി രാജീവാണ്. അപ്പം ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി.